ഹലോ. നമസ്കാരം സാർ. നമസ്കാരം മാം. ഞാൻ വിളിച്ചത് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ വിളിച്ചതിന് നന്ദി. നിങ്ങളുടെ ആവശ്യങ്ങളും നാടിന്റെ വിഷയങ്ങളും പറയാനാണല്ലോ വിളിച്ചത്. എല്ലാ കാര്യങ്ങളും. ഹലോ. നമസ്കാരം സാർ. നമസ്കാരം മാം. ഞാൻ വിളിച്ചത് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിരുന്നു. പേര് പറയാവോ? എൻ്റെ പേര് നിരഞ്ജൻ പി നായർ. നിരഞ്ജൻ. മാം, ഈ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തോടെ തന്നെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം ശോചനീയമാണ്. എന്നുവെച്ചാൽ അത് ഭയങ്കരമായിട്ട് കുഴിയൊക്കെ വന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് അതിൽ പോകാനായിട്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ വാഹനം അതിലെ കടന്നു പോയപ്പോഴത്തേനും വണ്ടിയുടെ അടി തട്ടുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പലരും അവിടെ മറിഞ്ഞു വീഴുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് റോഡല്ല, മുനിസിപ്പൽ കോർപ്പറേഷൻ അണ്ടല്ല എന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. അപ്പം ഇങ്ങനൊരു കുഴപ്പമുണ്ട്. PWD റോഡാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അണ്ടല്ല വരുന്നതെന്ന് കാണിച്ചായിരുന്നു. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡ് അങ്ങനെയാണ് പറയുന്നത്. അതെ അതെ. റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലൂടെ പോകുന്ന റോഡെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ആൾക്കാർക്ക് അറിയാനുള്ളൂ. അപ്പോൾ ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം മോശമാണ്. മൊത്തം കുണ്ടും കുഴിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നടന്നു പോകുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കാറിൽ പോകുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അതെ അതെ, റോഡ് പണിയണം, അല്ലെങ്കിൽ ഇരുചക്ര വാഹനക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാവും. ഇതായിരുന്നു കഴിഞ്ഞ കൊല്ലം അവിടെ മറിഞ്ഞു വീണു. ഇതുവരെ റോഡൊന്നും ശരിയാക്കിയിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വണ്ടിക്കൊക്കെ ഒരുപാട് പണി വരും ഈ റോഡിൽ കൂടെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണെങ്കിൽ. അതാണ് ഞാനിപ്പോൾ അർജന്റായിട്ട് ഇങ്ങനെ ഒരു. ഓക്കെ മാം, താങ്ക് യു. ഗൈസ്, എനിവേ ഞാൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ കാര്യം കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. CM with me എന്ന് പറയുന്ന ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച്. എന്നാൽ അവരെനിക്ക് 48 മണിക്കൂറിനുള്ളിൽ ഇതിനൊരു അപ്ഡേറ്റ് തരാമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് എന്താണല്ലോ ഇതിൻ്റെ പേരിലുള്ള നടപടികളും കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇതിനുള്ള ഉചിതമായിട്ടുള്ളൊരു നടപടി എടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.